ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ വന്നിരിക്കുന്നത് ബ്ലോക്ക് 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ക്രൂഷ്യൽ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു എലമെൻറ്റ് ഏതാണ്? ആക്റ്റീവ് ലിസണിങ് ആണ്. വാട്ട് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഓൺലി ബി എക്സ്ചേഞ്ച്ഡ് ഇൻ റിയൽ ടൈം? അതായത് ഒരേ സമയത്ത് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഏതാണ്? ഇതിന് എക്സാമ്പിൾ നമ്മൾ ഏതാ പറഞ്ഞത്? വീഡിയോ കോൾസ് ചെയ്യുന്ന സമയത്ത് നമ്മളും അതേപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളും ഒരേ സമയം റെസ്പോണ്ട് ചെയ്യാണ്. ആ ഒരു റെസ്പോൺസ് നമ്മൾക്ക് അപ്പം തന്നെ കിട്ടുകയാണ്. അതാണ് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരേ സമയം നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. അതിനെ നമ്മൾ എന്താ പറഞ്ഞത്? സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ. സിങ്ക്രോണസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈമൾട്ടേനിയസ്, അതായത് ഒരേ സമയം എന്നാണ് അർത്ഥം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ലിസണിങ് പ്രോസസ്സ്? ലിസണിങ് പ്രോസസ്സിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ സ്റ്റെപ്സ് ആണെന്നുള്ളതും എത്ര സ്റ്റെപ്സ് ആണെന്നുള്ളതും അതിൻ്റെ ഓർഡറും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹിയർ, ഫിൽട്ടർ, കോംപ്രിഹെൻഡ്, റിമെമ്പർ, റെസ്പോണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ലിസണിങ് ഏതാണ്? അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിൻ്റെ ഓർഡറിനനുസരിച്ച് തന്നെ അത് പഠിച്ചു വെക്കണം കേട്ടോ. Then, what kind of listening does occur when we listen to scrutinize a message and pick something apart? അതായത് സ്ക്രൂട്ടിനൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത വീഡിയോസ് ഉണ്ട് ഓരോ ബ്ലോക്കിൻ്റെയും. അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. സ്ക്രൂട്ടിനൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത്രയും സൂക്ഷ്മമായിട്ട് ഒരു കാര്യത്തെ നിരീക്ഷിക്കുക, ദാറ്റ് ഈസ് സ്ക്രൂട്ടിനൈസ്. അങ്ങനെ സൂക്ഷ്മമായിട്ട് ഒരു കാര്യത്തെ നിരീക്ഷിച്ച് അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അവിടെ വരുന്ന ലിസണിങ് ഏതാണ്? ക്രിട്ടിക്കൽ ലിസണിങ് ആണ്. ദെൻ വാട്ട് കൈൻഡ് ഓഫ് ഇൻറ്ററാക്ഷൻസ് ആർ നോട്ട് ടൈം ബൗണ്ട്? നമ്മൾ സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷനും ഡിസ്കസ് ചെയ്തതാണ്, അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷനും ഡിസ്കസ് ചെയ്തതാണ്. ഏതൊരു വാക്കിൻ്റെ മുന്നിലും എ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനെ ഡിനോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഡിനോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ സിങ്ക്രോണസ്, ദെൻ അസിങ്ക്രോണസ്. സിങ്ക്രോണസിൻ്റെ മുന്നിൽ അപ്പോൾ ഒരു എ വന്നു, അപ്പോൾ അതെന്താണ്? സിങ്ക്രോണസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അസിങ്ക്രോണസ് വരുന്നത്. സിങ്ക്രോണസ് എന്താണെന്ന് പറഞ്ഞു? ഒരേ സമയം നടക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വീഡിയോ കോൾസൊക്കെ അതിന് എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അസിങ്ക്രോണസ്. അസിങ്ക്രോണസ് എന്തല്ല? ഒരേ സമയം നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ അല്ല. സോ അതിനെന്തില്ല? ടൈം ബൗണ്ട് ഇല്ല. ഇന്ന സമയത്ത് തന്നെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളൊരു ടൈം ബൗണ്ട് അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ, അസിങ്ക്രോണസ് ഇൻറ്ററാക്ഷനിലില്ല. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ലിസണിങ് ഡസ് ടേക്ക് പ്ലേസ് വെൻ യു ആർ ലേണിംഗ് സംതിങ്? നമ്മളൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ലിസൺ ചെയ്തിരിക്കുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് ലിസണിങ് ആണ് വരുന്നത് എന്നാണ്? കോംപ്രിഹെൻസീവ് ലിസണിങ്. കോംപ്രിഹെൻസീവ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ പൂർണ്ണമായിട്ടുള്ളൊരു രീതി. എന്ത് കാര്യമാണോ പറയുന്നത് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? കോംപ്രിഹെൻസീവ് ലിസണിങ് എന്ന് പറയുന്നത്. Then seventh question, which audio codec can convert wave audio into MP3 format? വേവ് ഓഡിയോനെ MP3 ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓഡിയോ കോഡിക് ഏതാണ്? ലെയിം. ദെൻ വാട്ട് ഈസ് ദി ഇൻ്റർനെറ്റ് റെഫേഴ്സ് ടു ആസ്? ഇൻ്റർനെറ്റിനെ എന്താണ് വിശേഷിപ്പിക്കുന്നത്? നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനെറ്റിനെ എന്താണ് റെഫർ ചെയ്യുന്നത്? നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. ദെൻ നയൻത് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജോയിൻലി റൺ NPTEL? NPTELൻ്റെ ഫുൾ ഫോം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിൽ പഠിച്ചതാണ്. എന്താണ്? നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ഈ നാഷണൽ പ്രോഗ്രാം ഓഫ് ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, വീണ്ടും പറയണത്, അത് നോട്ട് ചെയ്യാത്തവരാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. NPTEL റൺ ചെയ്യണത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്? 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് സയൻസും അതേപോലെ തന്നെ ടെക്നോളജിയും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജി. Then 10th question, which technique of reading is used to get a quick overview of the content? അതായത് നമ്മൾ പറഞ്ഞതാണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് പറയണമെന്ന് മാത്രം കേട്ടോ. ഇപ്പോൾ ഒരു പേജിൽ നമ്മൾ ക്വിക്കായിട്ട് നമ്മൾ പെട്ടെന്നൊന്ന് വായിക്കണ സമയത്ത്, അതായത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുമ്പോൾ നമ്മൾ എക്സാമിൻ്റെ മുന്നേയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകാമെന്ന് പറഞ്ഞ് വായിക്കില്ലേ? അങ്ങനെ വായിക്കുന്നതിനാണ് എന്തെന്ന് പറയണത്? സ്കിമ്മിങ് എന്ന് പറയണത്. സ്കിമ്മിങ്ങും ഉണ്ട്, സ്കാനിങ്ങും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ സ്കാനിങ് ആണ്. കണ്ടോ? സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ഇപ്പോൾ
നമ്മളിങ്ങനെ പഠിച്ചു വയ്ക്കുക, എക്സാമിൻ്റെ മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കുന്നതിനെ നമ്മൾ സ്കിമ്മിങ് ആയിട്ട് കണക്കാക്കാം. ദെൻ നെക്സ്റ്റ് എന്താണ്? സ്കാനിങ്. 11th ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നിക് ഓഫ് ദി റീഡിംഗ് ഇസ് യൂസ് ടു ഫൈൻഡ് സ്പെസിഫിക് ഫാക്ട്സ് ഇൻ ദി കണ്ടന്റ്. സ്പെസിഫിക് എന്നുള്ള വാക്ക് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് സ്കിമ്മിങ് അല്ല, സ്കാനിങ് ആണ്. നമ്മൾ ഈ CT സ്കാൻ, MRI സ്കാൻ അങ്ങനെയൊക്കെ ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എന്തെങ്കിലും അസുഖം സ്പെസിഫിക് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ്, എവിടെയാണ് ഏതാണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ആ ഒരു കേസിൽ, രണ്ടും മാറിപ്പോവാണെങ്കിൽ കേട്ടോ. സ്കാനിങ് എന്ന് പറയുന്നത് നമ്മൾ ഫുള്ള് ചിലപ്പോൾ വായിക്കും, ഇങ്ങനെ കണ്ണോടിച്ച് പോകും, നമുക്കൊരു സ്പെസിഫിക് പോയിൻ്റ് ആയിരിക്കും വേണ്ടത്. അവിടെ എത്തുമ്പോൾ നമ്മൾ നേരം പോലെ വായിക്കാൻ തുടങ്ങും. അതാണ് എന്തെന്ന് പറയുന്നത്? സ്കാനിങ് എന്ന് പറയുന്നത്. ദെൻ 12th ക്വസ്റ്റ്യൻ, വാട്ട് ഇൻക്രീസസ് സ്പീഡ് ഇൻ റീഡിങ്. വായിക്കുന്നതിലുള്ള സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എന്നും വായിക്കണം, റെഗുലർ റീഡിങ്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ലോജിക്ക് വെച്ച് എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് കുറേ 2 മാർക്സിന് അല്ലെങ്കിൽ 1 മാർക്സിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്വസ്റ്റ്യൻ ഒരു 2-3 വട്ടം വായിച്ച് പിന്നെ നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ലല്ലോ. എന്താണ് തോന്നിയത്, കറക്റ്റായിട്ടുള്ള ആൻസർ അറിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഊഹിച്ചെഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ 13th ക്വസ്റ്റ്യൻ, വാട്ട് ഗീവ്സ് യു സിനോണിംസ് ഓഫ് എ പെർട്ടിക്കുലർ വേർഡ്. സിനോണിംസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പര്യായങ്ങളാണ്. അതായത് ഈ മലയാളത്തിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു കുറേ പര്യായങ്ങൾ, ഓരോ വാക്കിൻ്റെ സൂര്യൻ, അങ്ങനെ സൂര്യൻ്റെ പര്യായങ്ങൾ കുറേ, ചന്ദ്രൻ, അങ്ങനെ ഓരോ പര്യായങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ പര്യായ ബുക്ക്, അതിനെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? തെസോറസ് എന്ന് പറയുന്നത്. സിനോണിംസ്, ഒരു വാക്കിൻ്റെ സിനോണിംസ്, ഒരു വേർഡിൻ്റെ സിനോണിംസ്, പര്യായങ്ങൾ അടങ്ങിയിട്ടുള്ള ബുക്കാണ് എന്തെന്ന് പറയുന്നത്? തെസോറസ് എന്ന് പറയുന്നത്. തെസോറസിൻ്റെ സ്പെല്ലിങ് നോട്ട് ചെയ്ത് വെക്കാം. Then 14th question, what introduce a passage and provide an idea of what follows. നമ്മൾ പറഞ്ഞതാണ് എന്താണ്? ഒരു പാരാഗ്രാഫിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? ടോപ്പിക് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഏറ്റവും തുടക്കത്തിലുള്ള ഒരു പാരാഗ്രാഫിൻ്റെ സെൻറ്റൻസ്, അത് നമുക്ക് ബാക്കിയുള്ള ആ ഒരു പാരാഗ്രാഫിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള മൊത്തത്തിൻ്റെ ഒരു ഓവർവ്യൂ നൽകുന്ന രീതിയിലുള്ള ഒരു സെൻറ്റൻസാണ് ടോപ്പിക് സെൻറ്റൻസസ്. ദെൻ 15th ക്വസ്റ്റ്യൻ, what is a special website where we can search for any kind of information. ഏതൊരു രീതിയിലുള്ള ഇൻഫോർമേഷൻ ആണെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത്? ഒരു വെബ്സൈറ്റ് ആണ്, സ്പെഷ്യൽ വെബ്സൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സെർച്ച് എൻജിൻസ് എന്ന് പറയുന്നത്. സെർച്ച് എൻജിൻസിന് സിമ്പിളായിട്ട് നമുക്ക് എന്ത് എക്സാമ്പിൾ പറയാം? ഗൂഗിൾ എക്സാമ്പിൾ പറയാം. ദെൻ 16th ക്വസ്റ്റ്യൻ, വാട്ട് കണക്ട്സ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ്. ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സിനെ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഹൈപ്പർ ലിങ്ക്. ലിങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കണക്ഷൻ എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റിനെ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഹൈപ്പർ ലിങ്ക്. ദെൻ 17th ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദി ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ഇ റീഡിങ്. ഇ റീഡിങ്ങിന് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ഏതാണെന്നാണ്? കിൻഡിൽ. ആമസോൺ കിൻഡിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. Then 18th question, what is the other term for online reading? എന്താണ്? ഡിജിറ്റൽ റീഡിംഗ്. Then 19th question, what is the expanded form of PDF? Portable document format. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Then 20, what is Poetry Foundation? Poetry Foundation is an online platform where we get access to English poetry. Okay, അപ്പോൾ പോയട്രി ഫൗണ്ടേഷൻ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്ന് നമുക്കറിയാം. ഏത് ലാംഗ്വേജിലാണ് അവിടെ പോയട്രി? ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പോയട്രീസ് മാത്രമാണ് എവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? പോയട്രി ഫൗണ്ടേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞതിൽ ജസ്റ്റ് അതിൻ്റെ ആൻസർ മാത്രം പറയാതെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ നന്നായി പഠിക്കാം. ഇനിയുള്ള ടോപ്പിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.